എല്ലാവർക്കും നമസ്കാരം. ഓപ്പൺ ടോക്സിലേക്ക് സ്വാഗതം. ഞാനൊരു ഒ.പിയുടെ മുമ്പിൽ നമ്മളൊരു ബോർഡ് വെച്ചിരുന്നു. ഒരു HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞൊരു വാക്സിൻ ലഭ്യമാണ് ക്യാൻസറിനെതിരെ. അതിനുശേഷം രോഗികളെല്ലാവരും വളരെയധികം ആകാംക്ഷഭരിതരായിട്ട് എന്നോട് ചോദിച്ചു, അങ്ങനെ ഒരു വാക്സിൻ ഉണ്ടെങ്കിൽ ഡോക്ടർ അറിയിച്ചില്ല. അപ്പോൾ വാക്സിനേഷൻ ക്യാൻസറുമായിട്ടുള്ള ബന്ധമാണ് ഇന്നത്തത്. വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജനിക്കുന്ന കുട്ടിക്ക് കൊടുക്കുന്ന വാക്സിൻ, അതൊരു ഇമ്മ്യൂണോ തെറാപ്പി മാതിരിയാണ്. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധത്തിൻ്റെ മനസ്സിലത് വെച്ച് ഇങ്ങനത്തെ ക്യാൻസറുമായിരുന്ന സാധനങ്ങൾ വരുമ്പോൾ അതിനെതിരെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് വാക്സിനേഷൻ്റെ ബേസിക് ജോലി. വാക്സിനേഷൻ രണ്ടായി തിരിക്കുന്നു: പ്രിവെൻറ്റീവ് വാക്സിനേഷനും തെറാപ്യൂട്ടിക് വാക്സിനേഷനും. പ്രിവെൻറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തടയാനും, തെറാപ്യൂട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വാക്സിൻ കൊടുക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റീവ് വാക്സിനേഷൻ. ഇപ്പോൾ കുട്ടിക്ക് കൊടുക്കുന്ന മീസൽസ്, മംസ്, റുബല്ല, BCG ഇതൊക്കെ പ്രിവെൻറ്റീവ് വാക്സിനേഷനാണ്, അസുഖം വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ തെറാപ്യൂട്ടിക് വാക്സിനേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചികിത്സാ ശൃംഖല തന്നെ ഓൺകോളജിയിലുണ്ട്. വാക്സിൻ വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് ഇമ്മ്യൂണോ തെറാപ്പി മരുത്തിൻ്റെ എഫക്റ്റ് വരുത്തുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ശൃംഖലയാണ്. അതിനെക്കുറിച്ചല്ല നമ്മുടെ ഡിസ്കഷൻ എന്ന്. നമ്മുടെ ഡിസ്കഷൻ ക്യാൻസർ തടയാൻ സാധിക്കുന്ന വാക്സിനെ കുറിച്ചാണ്, പ്രിവെൻറ്റീവ് വാക്സിൻ. അപ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശൃംഖലയാണ്. പക്ഷേ എല്ലാ ക്യാൻസറിനൊന്നും വാക്സിൻ ലഭ്യമല്ല. പാത്ത് ബ്രേക്കിംഗ് ആയിട്ട് 2 വാക്സിനുകൾ മാത്രമേ ഇപ്പോൾ ഒരു ക്യാൻസർ തടയാൻ സാധിക്കൂ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഒന്നാമത്തത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനാണ്. ഇപ്പോൾ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്. ആരെങ്കിലും എടുക്കാത്തതുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും എടുക്കണം. ഒരു പ്രായമതിന് ഒരിതല്ല. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുത്താൽ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ വൈറൽ ഇൻഫെക്ഷൻസ് കുറയും. ആ വൈറൽ ഇൻഫെക്ഷൻസ് വരാതിരുന്നു കഴിഞ്ഞാൽ സിറോസിസ് എന്ന് പറഞ്ഞ ലിവറിൻ്റെ അസുഖം വരാതിരിക്കും. അതുകൊണ്ട് തന്നെ ലിവർ ക്യാൻസർ വളരെയധികം കുറയുമെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ബ്ലഡിലൂടെയും ഇഞ്ചക്ഷൻസും നീഡിൽസും ലൈംഗികപരമായിട്ടൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി പടരാറ്. എന്നിരുന്നാലും അമ്മയുടെ അടുത്ത് മക്കൾക്കും ഒക്കെ ഹെപ്പറ്റൈറ്റിസ് ബി വരാം. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ തീർച്ചയായിട്ടും എടുത്തിരിക്കണം. നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഇപ്പോൾ ഒരു മാൻഡേറ്ററിയാണ്. രണ്ടാമതായിട്ട് ഇപ്പോൾ ഉയർന്നു വന്ന ഒരു വാക്സിൻ ഉണ്ട്. അതിപ്പോഴും നമ്മുടെ ഇമ്മ്യൂണൈസേഷനിൽ മാൻഡേറ്ററി അല്ല, എടുക്കണമെന്ന് നിർബന്ധമാക്കിയിട്ടില്ല ഗവൺമെൻറ്. പക്ഷേ ഭാവിയിൽ അത് മാൻഡേറ്ററി ആയി മാറും. ആ വാക്സിൻ്റെ പേര് HPV വാക്സിൻ എന്നാണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അപ്പോൾ സർവിക്സ് ക്യാൻസർ അഥവാ ഗർഭപാത്രത്തിൻ്റെ വായയുടെ ക്യാൻസർ ഇന്ത്യയിൽ സ്ത്രീകളിൽ രണ്ടാമതായിട്ട് ഏറ്റവും കോമൺ കണ്ടുവരുന്ന ക്യാൻസറാണ് സർവിക്സ് ക്യാൻസർ. അപ്പോൾ ഈ സർവൈക്കൽ ക്യാൻസേഴ്സ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കപ്പെടുന്നു. കുറച്ച് രോഗികളിൽ വായയുടെ ക്യാൻസർ, ഓറോഫാരിങ്സ്, വായയും തൊണ്ടയുടെ ഭാഗത്തുള്ള ക്യാൻസറിലും ഇതേ വൈറസിൻ്റെ കാരണം പറയുന്നുണ്ട്, HPV എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വൈറസിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാക്സിൻ്റെ പേരാണ് HPV വാക്സിൻ. സാധാരണ 9 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലാണ് ബെസ്റ്റ് ടൈം ഫോർ വാക്സിനേഷൻ. അവർക്ക് 2 ഡോസ് മതി എന്നാണ് പറയുന്നത്. പക്ഷേ 21 വയസ്സ് കഴിഞ്ഞ് 45 വയസ്സ് വരെയുള്ളവരിലും എടുക്കാം. പക്ഷെ അവർക്ക് 3 ഡോസ് വേണം. വാക്സിന് പാർശ്വഫലങ്ങളൊന്നുമില്ല, പക്ഷേ HPV ഇൻഫെക്ഷൻസ് കുറയ്ക്കുകയും അങ്ങനെ സർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭപാത്രത്തിൻ്റെ വായയുടെ ക്യാൻസർ കുറയും എന്നുള്ളതാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ 2 വാക്സിൻസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ക്യാൻസറുകളുടെയും പ്രിവെൻറ്റീവ് വാക്സിൻസ് എവിടെ എത്തിയിട്ടില്ല. നമ്മൾ ബ്രെയിൻ ട്യൂമർ തൊട്ട് കുറേ അസുഖങ്ങൾക്ക് വാക്സിൻസ് ട്രൈ ചെയ്തിട്ടും ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിവെൻറ്റീവ് വാക്സിൻസിൽ എവിടെയും നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ തെറാപ്യൂട്ടിക് വാക്സിൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വേറൊരു ശൃംഖല തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ക്യാൻസറുകൾക്ക് ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ വാക്സിനേഷൻ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിനെ കൊണ്ട് ക്യാൻസറിനെതിരെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഈ തെറാപ്യൂട്ടിക് വാക്സിൻസ്. അപ്പോൾ HPV വാക്സിൻ ഇപ്പോൾ മിക്ക ആശുപത്രികളിലും ലഭ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് ബിനെ കുറിച്ച് മറക്കരുത്. HPV വാക്സിൻ പെൺകുട്ടികളിൽ പ്രത്യേകിച്ച് 9 വയസ്സ് മുതൽ 21 വയസ്സ് വരെയാണ് കൃത്യമായിട്ട് എടുക്കേണ്ട പ്രായം. 45 വയസ്സ് വരെ ആവുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ 21 to 35 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ യങ് ഏജാണ് കറക്റ്റായിട്ട് എടുക്കേണ്ട ഒരു പ്രായമുള്ളത്. ഏത് ഡോക്ടറെയും പോയി സമീപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.